ഹലോ, ഇത് തിരുത്തൂർ പള്ളിയാണ് ട്ടോ. സെൻറ്റ് തോമസ് ചർച്ച്. തോമാസ് ലീഹ വന്നിട്ടുണ്ടെന്നൊക്കെ വന്നതാണ്. ഈ പള്ളി ഒരുപാട് ചരിത്ര പ്രസിദ്ധമാണ്. അപ്പോൾ ഈ വർഷം അവർ നല്ല അടിപൊളി പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വേറെ 1.5 ഏക്കർ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഹൈപ്പൊക്കെ ഇട്ട് അതെന്തോ പ്രമോഷൻ വീഡിയോസൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു പൈസ വാങ്ങിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല. നല്ലതാണ്. കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു 1.5 ഏക്കർ സ്ഥലത്ത്. നമുക്ക് നടന്ന് കണ്ടാലും അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ലൈറ്റ് പിന്നെ അവരുടെ യൂണിറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരുപാട് ക്രിസ്മസ് ട്രീകൾ. ഇത് പള്ളിയുടെ വകയായിട്ടൊന്നും തോന്നുന്നു കേട്ടോ. സെൻറ്ററിൽ തന്നെ വെച്ചായിരുന്നു. ഇതിൻ്റെ ചുറ്റും ഒരുപാട് ക്രിസ്മസ് ട്രീസ് ഉണ്ട്. ഓരോന്നും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ പോലെ തോന്നും നമുക്ക്. ഏതാണ് ഭംഗി കൂടുതലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് പുൽക്കൂടിലേക്ക് കിടക്കുന്നതിൻ്റെ കവാടത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ. അതൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കും. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവുണ്ട്. ശരിക്കും നമുക്ക് ഒറിജിനാലിറ്റി ആയിട്ട് തോന്നും. ഇത് തൊടാനൊക്കെ തോന്നും. അതായത് അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ്, അത്രയും കഷ്ടപ്പാട് എടുത്ത് അവർ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. ഈ മരത്തുമ്മ അതിൻ്റെ അവിടെ ഒരു പാമ്പൊക്കെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൗണ്ട് ഇഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും. ഇത് 3 രാജാക്കന്മാർ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കണത്. ഇതൊക്കെ ശരിക്കും പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് റിയലാണോ എന്ന് തോന്നും. അങ്ങനെ ഏകദേശം നമ്മുടെയൊക്കെ ഹൈറ്റ് ഉണ്ട് ഇതിനൊക്കെ. അതായത് നമുക്ക് ഇങ്ങനെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇത് അധികം ആരും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. അധികം തിരക്കില്ല. 2-ാം തീയതി വരെയാണ് അവർ പറഞ്ഞേക്കണത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ മാസ്കൊക്കെ വെച്ചിട്ട് പോവുക. പൊടിയുടെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർ തിരക്കില്ലാത്തതുകൊണ്ട് പൊടിയൊന്നുമില്ല. പക്ഷെ നമ്മളൊരു മാസ്ക് കരുതുന്നത് നല്ലതാണ്. ഇനി ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതുപോലൊരു സ്ഥലത്തേക്ക് പോയ പോലെ തന്നെ ഒരു ഫീലിങ്സാണ്. കൂടുതലും മൃഗങ്ങളാണ് കേട്ടോ. മൃഗങ്ങളുടെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അത് കൊടുത്തിട്ട് അത് സ്റ്റാച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തന്നെ അതിൻ്റെയൊക്കെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടിയും ഇത് ഭയങ്കര റിയലാണ്. തന്നെയാണ് ഒക്കെയുള്ളതാണെന്ന് തോന്നും. നമ്മൾ എല്ലാവരും പോയി എൻജോയ് ചെയ്യണം. കാരണം കാണേണ്ട, അതായത് ഒരുപാട് കഷ്ടപ്പാട് അവരുടെ എന്താ ശരിക്കും അവർ നന്നായി എത്ര നാളെടുത്തിട്ടായിരിക്കും ഇവർ ചെയ്തേക്കണേ. നല്ല ഭംഗിയുണ്ട്. മലയൊക്കെ കാണണം ഇവരുടെ. തേനയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് മുളച്ചിട്ടുണ്ട്. പിള്ളേർക്കൊന്നും പോരാൻ തോന്നിയില്ല. കുഞ്ഞു പിള്ളേരാകുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി റിയൽ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ പോലെ അവർ പറയണം. അവരെ നമ്മൾ അങ്ങനത്തെ സ്ഥലത്തെത്തുമ്പോൾ അവരെ നമ്മൾ കയ്യിലേക്ക് എടുത്ത് പിടിക്കുക. ഇവിടെ ഒന്നും അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. പുൽക്കൂടിൻ്റെ അടുത്തായിരുന്നു അതുപോലത്തെ ഒരു പുൽക്കൂടിൻ്റെ ഒരു ഇതാണ്. ഇതൊക്കെ ഇച്ചിരി പേടിക്കാറുണ്ട്. ഒരു ഗുഹ പോലെ, ഇങ്ങനെ ഗുഹയുടെ ഉള്ളിൽ കൂടെ പോണ പോലെ തന്നെ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വവ്വാലുകളുടെ സൗണ്ടും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആ ഗുഹ തന്നെ കുറച്ചധികം ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊരു സസ്പെൻസൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. മാറിപ്പോയി, ഒളിച്ചിരിക്കുന്നുണ്ട്. അതാണ് ഞാനതവിടെ കട്ട് ചെയ്തത്. ഇത് കണ്ടോ മല? നല്ല ഡ്രസ്സില്ലേ. അവിടെ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ്, അതുകൊണ്ടാട്ടോ. ഇതൊരു മൃഗശാല. പിന്നെ വരുന്നത് അങ്ങനത്തെ മൃഗങ്ങളുടേതായ ഒരു ഇതാണ്. പക്ഷെ അവർ ഒരു നഗരമോ നാടോ പണ്ടത്തെ ആ ഒരു ഇത് പരമാവധി കാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ ആനയും തുമ്പിക്കൈയും കൂടി ഉയർത്തേക്ക് സെറ്റായാലും നമുക്ക് മഞ്ഞിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അടിപൊളി മഞ്ഞ് വീണ വഴിയിലൂടെ പോകുന്ന ഫീൽ തന്നെയാണ് നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ തന്നെ കിട്ടുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഓരോന്നും എന്താ പറയുക ചെയ്ത് വെച്ചേക്കണേ. ഹിമകരടി, പെൻഗ്വിൻ എല്ലാനും പെൻഗ്വിൻ നമ്മൾ ശരിക്കും മഞ്ഞിൻ്റെ ലോകത്തെത്തിയ പോലെ തന്നെ നമുക്ക് തോന്നും. അത്രയും ആസ്വദിച്ച് നമ്മളത് കാണാം. എന്താ പറയുക, അതിനാൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കൂടെ വന്നവർക്കും ഇതാണ് ഹിമകരടി കണ്ടു. മഞ്ഞിൻ്റെ സ്ഥലത്ത് നിന്ന് പോരാനേ തോന്നിയില്ല കേട്ടാ.
കൊച്ചിനും പെങ്കിനും ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടം തൊടണം എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടൊക്കെ നോക്കിയത്. അതിന് മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൊട്ട് നോക്കാൻ പറ്റുള്ളൂ. ബാക്കിയത്തൊക്കെ അവര് നമ്മൾ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ അപ്പം എല്ലാവരും പോയി കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് പാത്രങ്ങൾ, അമ്മമാർ പിന്നെ പാത്രങ്ങളിൽ വീഴൂലോ, ഇഷ്ടം പോലെ പാത്രങ്ങൾ, സാധനങ്ങൾ, പിള്ളേർക്ക് കളി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എല്ലാം ഉണ്ട്. ഇതൊക്കെ ശരിക്കും മഞ്ഞിൻ്റെ മുകളിൽ നിന്ന് പാപ്പ വരുന്ന പോലെ നമ്മൾ ടി വിയിലൊക്കെ പണ്ട് ഇപ്പോഴും കാണാം. അതായത് ആ ഫീല് തന്നെയായിരുന്നു ശരിക്കും. അവിടുത്തെ ആ മരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ഒറിജിനാലിറ്റി ആയിട്ട് തോന്നി. പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും പോയി കാണാൻ, എൻജോയ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.